മുത്തുനബിയേക്കാളും അഫ്ളലായ മറ്റൊരു സൃഷ്ടിയില്ല. ആ മുത്തുനബി അല്ലാഹു നൽകിയ സമ്മാനിച്ച രാവാണ് ഇന്നത്തെ രാത്രി. ഈ രാത്രിയിൽ മുത്തുനബി ജനിച്ച അതേ രാത്രിയിലാണ് പവർ. എല്ലാ വർഷവും ആ പവറുണ്ട് എന്ന് പറഞ്ഞവരുണ്ട്. അതുപോലെ വെള്ളിയാഴ്ച രാവ് കൂടിയാണ്. അൽഹംദുലില്ലാഹ് നമ്മുടെ നാട്ടുമൗലിദിന്റെ ഭാഗമായി ഇവിടെ പരിസര വീടുകളിലൊക്കെ സാധാരണ നടക്കുന്ന ഒരു മൗലിദ് കൂടിയാണ്. ആ മൗലിദിന്റെ പ്രത്യേകത സാധാരണ ഉസ്താദും മുതഅല്ലിമീങ്ങളൊന്നും ഉണ്ടാവാറില്ല. അൽഹംദുലില്ലാഹ് ഇന്നത്തെ മജ്‌ലിസിൽ ബഹുമാനപ്പെട്ട കുഞ്ഞുമോൻക ഉസ്താദിനെയും മുതഅല്ലിമീങ്ങളെയൊക്കെ വിളിച്ച് ആദരിച്ച അവരെ കൊണ്ട് കൂടി പങ്കെടുപ്പിച്ചൊരു മജ്‌ലിസാണ്. എന്തുകൊണ്ടും ദുആ ഇജാബത്തുള്ള മജ്‌ലിസാണ്. അല്ലാഹു ഈ മജ്‌ലിസിന്റെ കാരണം കൊണ്ട് അല്ലാഹു ഈ വീട്ടുകാർക്ക് എല്ലാവിധ ബറക്കത്തും അല്ലാഹു നൽകുമാറാകട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മുത്തുനബിയോടുള്ള മഹബത്തിന്റെ പേരിലാണ് നമ്മളോട് ഒരുമിച്ച് കൂടിയത്. നമുക്ക് മഹബത്തുണ്ട് എന്ന് പറയുന്നു, യഥാർത്ഥ മഹബത്തിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. മഹാന്മാരായ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അവരുടെ മഹബത്തിന്റെ ചരിത്രങ്ങൾ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ നമ്മളൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആളുകളാണെന്ന് പറയുക, നാവുകൊണ്ട് പറയും, യഥാർത്ഥ മഹബത്ത് നമ്മുടെ ഖൽബിലേക്ക് എത്തിയിട്ടില്ല. അല്ലാഹു എത്തിച്ചു തരുമാറാകട്ടെ. മഹാനായ ത്വൽഹത്ത് ഇബ്നുൽ ബറാഅ റളിയല്ലാഹു അൻഹു സുഖമില്ലാതെ കിടക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ബോധം പോകുന്നു വരുന്നു. മരണാസന്നമായ രോഗത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബികളുടെ കൂട്ടത്തിൽ ഒരു ചെറിയ സ്വഹാബിയാണ്. ചെറിയ എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരനായ സ്വഹാബിയാണ്. രോഗത്തിൽ കിടക്കുന്നത് അറിഞ്ഞ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ ത്വൽഹത്ത് ഇബ്നുൽ ബറാഇന്റെ വീട്ടിലേക്ക് ചെന്നപ്പോൾ മഹാനവറുകൾ ബോധമില്ലാതെ കിടക്കുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ വിളിച്ചില്ല. രോഗികൾ കിടക്കുമ്പോൾ അങ്ങനെയാണ്, പ്രയാസം കുറക്കുന്ന സമയത്ത് രോഗികളെ വിളിക്കാൻ പാടില്ലല്ലോ. അത് മുത്തുനബി പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടുകാരോട് പറഞ്ഞു, ത്വൽഹ ചിലപ്പോൾ രാത്രി മരണപ്പെട്ടാൽ എന്നെ അറിയിക്കണം, എന്നെ വിവരം അറിയിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചുപോയി. മഹാനായ ത്വൽഹത്ത് ഇബ്നുൽ ബറാഅ റളിയല്ലാഹു അൻഹു ആ മഹാന്മാരായ സ്വഹാബത്തിന്റെ മഹബത്തിന്റെ ഊക്ക് മനസ്സിലാക്കാൻ വേണ്ടി ബറക്കത്തിന് വേണ്ടി മാത്രം പറയാണ്. ത്വൽഹ റളിയല്ലാഹു അൻഹു രാത്രി പാതിരാ സമയത്ത് എണീറ്റു, ബോധം തെളിഞ്ഞു, ചോദിച്ചു, ഇവിടെ ഹബീബായ എന്റെ കരളിന്റെ കഷ്ണമായ മുത്തുനബി വന്നിരുന്നോ എന്ന് ചോദിച്ചപ്പോ വീട്ടുകാര് പറഞ്ഞു, വന്നിരുന്നു. എന്താണ് പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, അങ്ങ് മരിക്കുകയാണെങ്കിൽ എന്നെ വിവരം അറിയിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു.